വാർത്തകൾ വിശദമായി. കുതിരാനിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾക്കൊരുങ്ങി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നിർമ്മാണ ഘട്ടത്തിൽ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും GSAയുടെ അഭിപ്രായം തേടിയിരുന്നില്ല. നിർമ്മാണഘട്ടം മുതലുള്ള ഫയലുകൾ പരിശോധിച്ച് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ലക്ഷ്യം. തൃശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലെ തുരങ്കമുഖത്തിന് മുകളിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് മണ്ണിടിച്ചിലുണ്ടായത്. തുരങ്കമുഖത്തിനു മുകളിലെ ചെരിവും മണ്ണിന്റെ സ്വഭാവവും GSI വിദഗ്ധ സംഘം നേരത്തെ വിലയിരുത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കി ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും പാർലമെന്റിനും ഉൾപ്പെടെ സമർപ്പിച്ചേക്കും. സീനിയർ ജിയോളജിസ്റ്റുകളായ രമേശ് കുമാർ, എസ് നിശാന്ത് എന്നിവരടങ്ങുന്ന സംഘം തയ്യാറാക്കിയ പരിശോധനാ റിപ്പോർട്ട് ഇന്നലെ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘം അവലോകനം ചെയ്തിരുന്നു. ദേശീയപാത നിർമ്മാണ സമയത്ത് തുരങ്കത്തിനായി തയ്യാറാക്കിയ ഡിസൈൻ, DPR, ഭൗമ സാങ്കേതിക പഠന റിപ്പോർട്ടുകൾ എന്നിവ നൽകണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും GSI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാറിനായുള്ള AOU ഒപ്പിട്ട ശേഷം ഒരു വിദഗ്ധ സമിതി തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് മാത്രമാണ് ആ സമയത്ത് പരിഗണിച്ചത്. തുരങ്കം നിർമ്മിക്കുന്നതിന് മുൻപ് GSI പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ലെന്നും കേരളത്തിലെ മഴയും കാലാവസ്ഥയും പരിഗണിക്കാതെയാണോ നിർമ്മാണമെന്ന് സംശയിക്കുന്നതായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്. ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം, മാസ് ഓണം.